+1 അഡ്മിഷന് വേണ്ടി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനായി ഗൂഗിളിൻ്റെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് hscap.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ hscap ഗേറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പേജ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ്. അവിടെ SSLC സ്കീം, SSLC രജിസ്റ്റർ നമ്പർ, കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കെയർഫുള്ളായി ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. വളരെ ശ്രദ്ധിച്ച് പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ 12 മണിക്കൂർ നേരത്തേക്ക് ബ്ലോക്കായി പോകും. പാസ്വേഡ് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. നിങ്ങളുടെ പേര് ചേർത്ത് പാസ്വേഡ് കൊടുക്കാൻ പാടില്ല. പാസ്വേഡിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. +1@2026 എന്നൊക്കെ കൊടുക്കാം. കൊടുക്കുന്ന പാസ്വേഡ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ 12 മണിക്കൂർ നേരത്തേക്ക് ID ബ്ലോക്കായി പോകുന്നതാണ്. പാസ്വേഡ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണിക്കും. അതിന് തൊട്ട് താഴെ കാണുന്ന ആപ്ലിക്കേഷൻ നമ്പരും നമ്മൾ കൊടുത്ത പാസ്വേഡും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും നമ്മുടെ ജില്ലയും തിരഞ്ഞെടുത്ത് കൊടുത്ത് ലോഗിൻ കൊടുക്കുക. ശേഷം നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫൈനൽ കൺഫർമേഷന് മുൻപ് അപ്ഡേറ്റോ കറക്ഷനോ ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു പോപ്പപ്പ് വിൻഡോ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാം. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ലോഗിൻ പേജാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. കുറച്ച് ഡേറ്റാസൊക്കെ ഓട്ടോമാറ്റിക്കായി ഫെച്ചായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറിന് താഴെ SSLCക്ക് പഠിച്ച സ്കൂളാണ് ചോദിക്കുന്നത്. സെലക്ട് സ്കൂൾ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം താഴോട്ട് വന്നാൽ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസ്, പേര്, ജെൻഡർ, കാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ചായി വന്നിട്ടുണ്ട്. അവിടെ ആധാർ നമ്പർ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം. ശേഷം താഴോട്ട് വന്നാൽ അതർ ഡീറ്റെയിൽസിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതിന് തൊട്ട് താഴെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. അവിടെയും ആവശ്യമെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. വീണ്ടും താഴോട്ട് പോയാൽ അഡ്രസ് ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴോട്ട് പോയാൽ EWS കാറ്റഗറി ചോദിക്കുന്നുണ്ട്. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ്. സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് യെസ് കൊടുത്ത് നെക്സ്റ്റ് പേജിൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് നോ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി മുകളിലോട്ട് പോയാൽ ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. NCC, സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയവയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ചെയ്ത് പോകാവുന്നതാണ്. അല്ലാത്തവർക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താഴോട്ട് വന്നാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അനുയോജ്യമായത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഡേറ്റാസൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം താഴെ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ SSLCയുടെ ഗ്രേഡ് പോയിൻ്റ് ആണ് കാണിക്കുന്നത്. ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സ്കൂൾ ഓപ്ഷൻ വെക്കാനുള്ള പേജാണ്. അതിൻ്റെ തൊട്ട് താഴെ എൻ്റർ സ്കൂൾ കോഡ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആദ്യം വെക്കേണ്ട സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ബോക്സിന് പുറത്തായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. ഇനി റൈറ്റ് സൈഡിൽ കോഴ്സാണ്. കോഴ്സിൻ്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്കൂളിലുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും. അവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ നേരത്തെ സ്കൂൾ കോഡുകൾ കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾക്ക് സ്കൂൾ കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റർ സ്കൂൾ കോഡ് എന്ന ബോക്സിൻ്റെ വലത് ഭാഗത്തായി നീഡ് ഹെൽപ്പ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളുടെയും ലിസ്റ്റ് വരും. അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളുടെ കോഡ് കണ്ടെത്തി ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂൾ കോഡും കോഴ്സും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഫൈനൽ കൺഫർമേഷൻ ഉള്ള പേജാണ്. കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് റീചെക്ക് ചെയ്തതിന് ശേഷം തെറ്റുകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷന് ശേഷം എഡിറ്റിംഗ് സാധ്യമല്ല. ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ താഴെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പോപ്പപ്പ് വിൻഡോ ഓക്കെ കൊടുത്ത് ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്.
ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.